ഹായ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വെജിറ്റബിൾ സ്പ്രിംഗ് റോളാണ്. അതിന് ഞാൻ ഇവിടെ ആവശ്യമുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഒരു ക്യാരറ്റ്, പിന്നെ ഒരു ചെറിയ കഷ്ണം ക്യാബേജ് അരിഞ്ഞിട്ടുണ്ട്, കുറച്ച് പീസ് എടുത്തിട്ടുണ്ട്, അത് ഫ്രോസൺ ഗ്രീൻ പീസാണ്, 3 പച്ചമുളക്. ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടാകുമ്പോൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിൽ നമുക്ക് ക്രമമായിട്ട് ഓരോന്നും ഇട്ട് കൊടുക്കാം. വേവനുസരിച്ച് ആദ്യം സവാള ഇട്ട് ഒന്ന് പച്ചമണം മാറുമ്പോൾ പിന്നെ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഓരോ പച്ചക്കറികളായിട്ടിട്ട് നമുക്ക് ഒന്ന് പച്ചമണം മാറ്റിയെടുക്കാം. അതിൻ്റെ കൂടെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അല്ലാണ്ട് ഞാൻ 1 സ്പൂൺ മസാല, അതായത് മുളക് പൊടി ചേർക്കുന്നുണ്ട്, 1/2 സ്പൂണ് ഗരം മസാല, അല്പം കുരുമുളക് പൊടി, ഇത്രയും കൂടെ ഇട്ട് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുന്നുണ്ട്. കൂടാതെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടി ഒന്ന് വാടി വന്നാൽ മതി, ഒരുപാടൊന്ന് വെന്ത് പോവേന്നും വേണ്ട. ഇത് നമുക്ക് ഫില്ലിംഗ് ആയിട്ട് വെക്കേണ്ടതാണ്. അതിൻ്റെ കൂടെ നമുക്ക് 1 സ്പൂണ് സോയാ സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്ത് നമുക്ക് ഗ്യാസിൽ നിന്ന് വാങ്ങി വയ്ക്കാം. ഇതൊന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. ഇത് തണുത്ത് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഷീറ്റ് ഉണ്ടാക്കാം. ഇതിൻ്റെ ഷീറ്റ് ഉണ്ടാക്കാം. സാധാരണ എല്ലാവരും റെഡിമെയ്ഡ് ഷീറ്റാണ് വാങ്ങുന്നത്. ഇത് ഞാൻ ഷീറ്റ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ആദ്യം ഞാൻ 1 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 1 കപ്പ് കോൺഫ്ലവറും എടുത്തിട്ടുണ്ട്. അല്ലാണ്ട് ആവശ്യത്തിന് ഉപ്പും ഇട്ട് 1 കപ്പ് പാലും ഒഴിച്ച് നന്നായിട്ട് ലൂസായിട്ട് മിക്സ് ചെയ്താൽ ലൂസ് ആവാൻ വേണ്ടി ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് കട്ടയില്ലാതെ നമുക്കിത് ലൂസായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മാവ് റെഡിയായി കിട്ടിയതിന് ശേഷം നമ്മൾ ഒരു പാൻ അടുപ്പത്ത് വെച്ച്, നോൺ സ്റ്റിക്ക് പാൻ തന്നെ വേണം, പാൻ അടുപ്പത്ത് വെച്ചതിന് ശേഷം ഓരോ തവി വീതം ഒഴിച്ച് നന്നായിട്ട് ചുറ്റിയെടുക്കാം. പരത്തി കൊടുക്കണം, നന്നായിട്ട് ചുറ്റിയെടുത്താൽ മതി. അപ്പോഴേക്കും ഇത് നല്ല തിന്നായിട്ട് കിട്ടും. അതിന് മാവ് ഒരിക്കലും കട്ടിയായി പോകരുത്, ഇതുപോലെ ലൂസായിരിക്കണം, എങ്കിലേ ഇതുപോലെ തിന്നായിട്ടുള്ള ഷീറ്റ് കിട്ടുള്ളൂ. അങ്ങനെ നമുക്ക് എല്ലാ ഷീറ്റും ഉണ്ടാക്കിയെടുക്കാം. ഓരോ ഷീറ്റും ഞാൻ ഉണ്ടാക്കിയതിന് ശേഷം അല്പം മൈദപ്പൊടി വീതം തൂറ്റിയിട്ട് അതിൻ്റെ പുറത്ത് ഷീറ്റ് ഓരോന്നായിട്ട് അടുക്കി കൊടുക്കുന്നുണ്ട്. ഞാനിതിവിടെ കാണിക്കുന്നുണ്ട്. അതുപോലെ മുഴുവൻ ഷീറ്റ് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതിനുശേഷം നമുക്കതിനകത്ത് ഫില്ലിങ് വെച്ച് റെഡിയാക്കിയെടുക്കാം. ഇനി നമുക്ക് ഓരോ ഷീറ്റ് വീതം എടുത്ത് ഒരു പാത്രത്തിനകത്ത് വച്ചതിന് ശേഷം അതിനകത്ത് ആവശ്യത്തിന് ഫില്ലിങ് വെച്ച് 2 വശവും മടക്കിയതിന് ശേഷം ഞാൻ ചുറ്റിലും മൈദ മാവ് കുറച്ച് കലക്കി വെച്ചിട്ടുണ്ട്. അത് തേച്ച് കൊടുക്കുന്നുണ്ട്, ഒട്ടിയിരിക്കാൻ വേണ്ടി, പൊട്ടിപ്പോവാതിരിക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഇത് ഫില്ലിങ് പുറത്ത് പോകും, അതിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ എല്ലാം നമുക്ക് ടൈറ്റായിട്ട് നല്ല മടക്കിയെടുക്കാം. അപ്പം നല്ല ചെറുതായിട്ട്, ഇത് ഞാൻ ഇത്തിരി വലുതായിട്ടാണ് ഉണ്ടാക്കുന്നത്, ഫില്ലിങ് കൂടുതലുള്ളതുകൊണ്ടാണ്. നമുക്ക് വലിപ്പത്തിനനുസരിച്ച് കുറയ്ക്കുകയോ കൂട്ടുകയൊക്കെ ചെയ്യാം. ഇത് അങ്ങനെ ഞാൻ എല്ലാം റെഡിയാക്കി ഇവിടെ വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് നല്ല ചൂടായി വരുമ്പോഴത്തേക്ക് ഓരോന്ന് വിധമായിട്ട് നമുക്ക് മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. അങ്ങനെ എല്ലാം നമ്മൾ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു അടിപൊളിയായിട്ടുള്ള സ്നാക്സ് നമ്മൾ റെഡിയാക്കിയിട്ടുണ്ട്. നമുക്ക് ബേക്കറിയിൽ പോയി ഒന്നും വാങ്ങണ്ട, നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് റോളും നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം. വെജിറ്റേറിയൻ ആണെന്ന് കരുതി ആർക്കും ഇഷ്ടപ്പെടാതായിരിക്കില്ല, നോൺ കഴിക്കുന്നവർക്കും ഇത് ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. വീണ്ടും ഇനി നല്ല നല്ല വീഡിയോകളായി നമുക്ക് കാണാം. ബൈ.